ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ബസ്റയിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു കഅനബി എന്ന് പറയുന്നയാൾ. അങ്ങേയറ്റത്തെ മദ്യപാനിയായ അത്യധികം അലസനായ ഒരു മനുഷ്യനായിരുന്നു കഅനബി. ഒരിക്കൽ മദ്യശാലയിലേക്ക് പോവാൻ വേണ്ടി തന്റെ കൂട്ടാളികളെ കാത്ത് വഴിയരികിൽ ഇരിക്കുകയായിരുന്നു ആ മനുഷ്യൻ. പെട്ടെന്നാണ് കഴുതപ്പുറത്ത് ഒരാൾ തന്റെ സമീപത്തു കൂടി കടന്നു പോകുന്നത് അയാൾ ശ്രദ്ധിച്ചത്. ആ മനുഷ്യന് ചുറ്റും ആളുകൾ ആദരപൂർവ്വം ഒരുപാട് മനുഷ്യർ ചുറ്റും കൂടി ആനയിച്ചുകൊണ്ടായിരുന്നു കഴുതപ്പുറത്ത് പോകുന്ന ആ മനുഷ്യന്റെ നടത്തം. ഇമാമെ എന്ന് വിളിച്ച് ആ മനുഷ്യന്റെ അനുഗ്രഹം വാങ്ങുന്ന ഒരുപാട് പേരെ കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ് കഅനബി. ഈ കാഴ്ച കണ്ട അദ്ദേഹം ഫഖ്തറക സുഫൂഫൻ നാസി ഹത്താ വസല ഇൻദൽ ഇമാം വഅംസക ബി ലിജാമി ഹിമാരിഹി വഖാല ലഹു. ജനങ്ങൾക്കിടയിലൂടെ തിക്കിത്തിരക്കി ആ മനുഷ്യന്റെ അടുത്തെത്തി വാഹനത്തിന്റെ കഴുതയുടെ കടിഞ്ഞാൻ പിടിച്ചു നിർത്തിയ ശേഷം ചോദിച്ചു, മൻ അന്ത, താങ്കൾ ആരാണ്? ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ്, ഞാൻ ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ് ആണ് എന്ന് മറുപടി പറഞ്ഞു. അന്ന് ഹദീസ് വിജ്ഞാനീയത്തിലെ അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ പ്രസിദ്ധനായിരുന്നു ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ്. കഅനബി തടിച്ചുകൂടിയ ജനങ്ങളോടായി അദ്ദേഹത്തിന്റെ ചോദ്യം, മൻ ശുഅബ, ഏത് ശുഅബയാണ് താങ്കൾ? ജനങ്ങൾ പറഞ്ഞു, അദ്ദേഹം പണ്ഡിതനായിട്ടുള്ള ഹദീസ് പണ്ഡിതനായിട്ടുള്ള ശുഅബയാണ്. കഅനബി വീണ്ടും ചോദിച്ചു, വമാ മുഹദ്ദിസ്, ആരാണ് ഈ ഹദീസ് പണ്ഡിതൻ? മദ്യലഹരിയിലായിരുന്ന കഅനബിയുടെ ചോദ്യം, അതിന് ജനങ്ങൾ ക്ഷമാപൂർവ്വം മറുപടി നൽകി, യുഖ്ബിറുൻ നാസ ഹദീസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഹദീസ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ശുഅബയാണ്, ഹദീസ് പണ്ഡിതനായ ശുഅബയാണ്. കഅനബി ശുഅബയോട് വീണ്ടും ചോദിച്ചു, ഹദ്ദിസ്നി, എങ്കിൽ താങ്കൾ എനിക്കൊരു ഹദീസ് പറഞ്ഞു തന്നാൽ. ഫഖാല ലഹു ശുഅബ, ശുഅബ അയാളോട് പറഞ്ഞു, حدثني منصور بن المعتمر عن ربعي بن خراش عن أبي مسعود البدري أن رسول الله صلى الله عليه وسلم قال مما أدرك الناس من كلام النبوة الأولى إذا لم تستحي فاصنع ما شئت. അദ്ദേഹം ഹദീസ് വിവരിച്ച ശൈലി അതായിരുന്നു, മൻസൂർ ഇബ്നുൽ മുഅ്തമർ, റിബഈ ഇബ്നു ഖിറാഷ്, അബൂ മസ്ഊദുൽ ബദരി എന്നിവർ നിവേദനം ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി പ്രവാചകത്വത്തിൻ്റെതായി ജനങ്ങളിലേക്ക് ഏറ്റവും ആദ്യം എത്തിയ വാക്കുകൾ ഇതാണ്, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ എന്തും ചെയ്തുകൊള്ളൂ എന്ന പ്രവാചക വചനമാണ് നബുവത്തിന്റെ പ്രാരംഭ വചനം എന്ന് കഅനബിയോട് ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ് ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, താങ്കൾക്ക് ലജ്ജയില്ലെങ്കിൽ താങ്കൾ എന്തും ചെയ്തുകൊള്ളൂ എന്ന ഈ പ്രവാചക വചനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വല്ലാതെ കൊള്ളുകയും കഅനബി നേരെ വീട്ടിൽ ചെന്ന് മദ്യലഹരി മാറിയതിന് ശേഷം അയാൾ ആരാധനയിൽ മുഴുകുകയും ചെയ്തു. ശേഷം അദ്ദേഹം ചെയ്തത് മദീനയിൽ ചെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ഇമാം മാലിക്കിന്റെ മുവത്ത കാണാതെ പഠിക്കുകയും ചെയ്തു. ഈ മുവത്ത കാണാതെ പഠിച്ച കഅനബി എന്ന മദ്യപാനിയായ മനുഷ്യനെ കുറിച്ച് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അൽ കഅനബി ഔസഖു മൻ റവൽ മുവത്ത. മുവത്ത എന്ന വിശ്രുതമായ പ്രാമാണിക ഹദീസ് ഗ്രന്ഥത്തിന്റെ ഏറ്റവും വിശ്വസനീയമായ റിപ്പോർട്ട് ഈ കഅനബിയുടേതാണ്. ഇമാം മാലിക്കിന് ശേഷം ശുഅബയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് വേണ്ടി കഅനബി ബസ്റയിലെത്തുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ് മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ തൗബയ്ക്ക് കാരണമായ ഒരു ഹദീസ് മാത്രമേ കഅനബിക്ക് ശുഅബയിൽ നിന്ന് നിവേദനം ചെയ്യാൻ സാധിച്ചു. നമ്മളൊന്ന് ആലോചിക്കണം, തെമ്മാടിയായി, മദ്യപാനിയായി,
അങ്ങേയറ്റം അലസനായി നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ വലിയൊരു ഹദീസ് പണ്ഡിതനും മുവത്ത കാണാതെ പഠിക്കാൻ മാത്രം അദ്ദേഹത്തെ സ്വാധീനിച്ച ഒരു ഹദീസ് കേട്ട് ഇമാം മാലിക്കിന്റെ മുവത്ത ഒന്നടങ്കം കാണാതെ പഠിക്കുകയും ഷെയ്ഖുൽ ഹദീസ് ഗ്രന്ഥങ്ങളിലെ അഷ്ശൈഖൈൻ, രണ്ട് ഷെയ്ഖുമാർ എന്നറിയപ്പെടുന്ന ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും ഒക്കെ ഷെയ്ഖായി തീരാൻ ഇമാം കഅനബിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി വന്ന ഒരു ഹദീസാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ എന്തും ചെയ്തുകൊള്ളൂ എന്ന ആ ഹൃദ്യമായ പ്രവാചക വചനം കഅനബിയുടെ ഹൃദയത്തിൽ തറയ്ക്കുകയും ആ പ്രവാചക വചനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാവുകയും ഹദീസ് വിജ്ഞാനീയങ്ങളിലെ ഖുർആൻ കഴിഞ്ഞാൽ പ്രാമാണികമായ ഗ്രന്ഥത്തിന്റെ ഉടമസ്ഥൻ ഇമാം ബുഖാരിയുടെ ഷെയ്ഖാകാൻ മാത്രം ആ ഹദീസ് അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്നാണ് കഅനബിയുടെ ചരിത്രം പറഞ്ഞു വെക്കുന്നത്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ട, അശ്ലീലതയുടെയും നിർലജ്ജതയുടെയും ലൈംഗിക അരാജകത്വത്തിന്റെയും അഴിഞ്ഞാട്ടമാണ്. അത്തരമൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സാമൂഹിക പരിസരം ഒന്ന് വീക്ഷിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇന്റർനെറ്റും ആധുനിക വാർത്താ മാധ്യമ സംവിധാനങ്ങളും ഇവയൊക്കെയും ചൂഴ്ന്നുകൊണ്ട് അശ്ലീലതയും നിർലജ്ജതയും അഴിഞ്ഞാടുന്ന ഈ ഘട്ടത്തിൽ ഇത്തരം അഴുക്കുകൾ മാലിന്യങ്ങളും പുരളാതെ വിശുദ്ധനായി എങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയും എന്ന ആലോചനാമൃതനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഓരോരുത്തരും. അള്ളാഹുവും അവന്റെ ദൂതനും വ്യക്തമായ നിർദ്ദേശങ്ങളും അധ്യാപനങ്ങളും നൽകി നാം എവിടെയൊക്കെ ലജ്ജാശീലം മുറുകെ പിടിക്കണം എന്ന വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളും വിശുദ്ധ ഖുർആനും വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളോട് ഒരിക്കലും സചേതനമായി നിശ്ചലമായി യഥാർത്ഥത്തിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാം നോക്കി നിന്നിട്ടേയില്ല എന്ന് ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള ലജ്ജാശീലവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ നിലപാടുകളും അതിന്റെ സമീപനങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഇന്ന് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നിർലജ്ജമായ ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടോ അതിന് സമാനമായ പ്രശ്നങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അനുഭവിച്ച സമയത്ത് എന്ത് പരിഹാരമാണോ റസൂൽ ആ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത്, അതേ പരിഹാരം തന്നെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാം ഇന്നും നമ്മുടെ മുമ്പിൽ മുമ്പോട്ട് വെക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധന ദൗത്യത്തിന്റെ ഭാഗമായി പറഞ്ഞ ഒന്നാമത്തെ ഉള്ളടക്ക വർത്തമാനം ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സംസ്കാരമുള്ള ആ സംസ്കാരത്തിന്റെയും സ്വഭാവത്തിന്റെയും പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്റെ നിയോഗം. നിങ്ങൾ നല്ലൊരു സാംസ്കാരിക ബോധമുള്ള മനുഷ്യരാക്കലാണ് എന്റെ ദൗത്യമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രബോധനത്തിന്റെ തുടക്ക സന്ദർഭത്തിൽ തന്നെ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓരോ മതങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വ്യത്യസ്ത മതങ്ങൾ പുലർത്തുന്ന മൂല്യങ്ങൾ, സവിശേഷമായി അവർ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ തെളിയുന്ന ചില ചിത്രങ്ങളുണ്ട്. ക്രൈസ്തവ മതത്തെക്കുറിച്ച് സഹനതയും ദയയും കാരുണ്യവും ഒക്കെയുള്ള ഗുണങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ പലപ്പോഴും ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് അവരുടെ സഹനതയും കാരുണ്യവും ഒക്കെ അതിന്റെ വിശകലനത്തിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്നത് അത് മറ്റൊന്നായി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ലോകത്ത് നടന്നിട്ടുള്ള ക്രൈസ്തവ യൂറോപ്പിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കുരിശ് യുദ്ധം, ക്രൈസ്തവ സയണിസം മുതൽ നമ്മുടെ നാട്ടിൽ RSSനെ കവച്ചു വെക്കുന്ന രീതിയിൽ മുസ്ലിം വിരുദ്ധ വംശീയത പേർന്ന കാസ പോലെയുള്ള ക്രൈസ്തവതയുടെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ മതദർശനം ഉള്ളടക്കമായി മുന്നോട്ട് വെക്കുന്ന അത്തരത്തിലുള്ള ക്രൈസ്തവ വിശ്വാസികൾ യഥാർത്ഥത്തിൽ അവരുടെ കരുണയ്ക്കും സഹനതയ്ക്കും ദയയ്ക്കും ഒക്കെ വിരുദ്ധമായ രീതിയിലാണ് ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും.
പിന്നെ നമ്മൾ സാധാരണ കേൾക്കാറുള്ള മതമാണ് ബുദ്ധമതം. ബുദ്ധമതത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ഒന്നാമത്തെ ചിത്രം അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു മതവൃത്താന്തം എന്ന അർത്ഥത്തിലാണ് ബുദ്ധമതത്തെ നമ്മൾ കേൾക്കാറുള്ളത്. നമ്മൾ സ്കൂളിലും കലാലയങ്ങളിലും ഒക്കെ അഹിംസയുടെ മുഖമുദ്രയായി പരിചയപ്പെടുത്തുന്നത് ബുദ്ധമതത്തെയാണ്. എന്നാൽ മ്യാൻമറിലെ ലക്ഷക്കണക്കിന് രോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ അതിക്രൂരമായ വംശഹത്യക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന മതസംഹിതയാണ് ബുദ്ധമതം എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദീനുൽ ഇസ്ലാം അത് മുന്നിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മുഖമുദ്രയായ അതിന്റെ മൂല്യമല്ല. ദീനുൽ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധമായ ഖുർആനും പരിചയപ്പെടുത്തുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ മൂല്യം, ഒരു സംശയവും വേണ്ട, അത് ലജ്ജ എന്ന് പറയുന്ന ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഗുണമാണ്. ലികുല്ലി ദീനിൻ ഖുലുഖുൻ, എല്ലാ മതത്തിനും ഒരു സംസ്കാരമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ സംസ്കാരത്തോട് ചേർത്ത് ആ മതങ്ങളെ നമ്മൾ അങ്ങനെ ഓർമ്മിക്കുന്നുവെങ്കിലും ഇസ്ലാമി അൽ ഹയാ, ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് പറയുന്നത് അത് ലജ്ജാശീലമാണ്. ശ്ലീലങ്ങളെയും അശ്ലീലങ്ങളെയും വേർതിരിച്ച് കാണാനുള്ള യഥാർത്ഥ ഉന്നതമായിട്ടുള്ള മൂല്യമാണ് ഇസ്ലാമിനെ വേർതിരിച്ച് നിർത്തുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്താണ് ശ്ലീലം, എന്താണ് അശ്ലീലം എന്നതിനെ കുറിച്ചുള്ള ബോധത്തിനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ലജ്ജാശീലം ഈമാനിന്റെ ശാഖയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. ഈ കാലത്ത് ലോകത്തിന് ഏറ്റവും ആവശ്യമായ ഒരു മൂല്യത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു മനുഷ്യനും സമൂഹവും അധപ്പതിക്കുകയും ഇസ്ലാമിന്റെ എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഉദയം സംഭവിക്കുന്നത് ആ സമൂഹം ഏറ്റവും നിർലജ്ജമായ അവസ്ഥയിലായിരിക്കുമ്പോഴാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരു സമൂഹം ക്രമപ്രവൃത്തമായി എങ്ങനെ നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നിടത്ത് അവിടുന്ന് വിശദീകരിക്കുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇദാ അബഗല്ലാഹു അബ്ദൻ നസഅ മിൻഹുൽ ഹയാ, ഒരടിമയെ നശിപ്പിക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അവരിൽ നിന്ന് ആദ്യമായി അല്ലാഹു ഊരിയെടുക്കുന്നത് ലജ്ജയാണ്. ഫഇദാ നസഅ മിൻഹുൽ ഹയാ, അവരിൽ നിന്ന് ലജ്ജ ഊരിയെടുക്കപ്പെട്ടാൽ, എടുത്തു മാറ്റപ്പെട്ടാൽ, ലം തൽഖഹു ഇല്ലാ ബഗീളൻ മുതബഖിള, അവൻ അങ്ങേയറ്റം വെറുക്കപ്പെട്ടവനായിട്ട് നിനക്ക് കാണാൻ കഴിയും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ലജ്ജാശീലം അവരിൽ ദൂരപ്പെട്ടാൽ പിന്നെ വിശ്വസ്തതയും സത്യസന്ധതയും ആ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകും. വിശ്വസ്തത നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് പിന്നെ ആ സമൂഹത്തിൽ നിന്ന് ഊരി മാറ്റപ്പെടുന്നത് കാരുണ്യമായിരിക്കും. ലജ്ജയും വിശ്വസ്തതയും നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് പിന്നീട് നഷ്ടപ്പെട്ടു പോകുന്നത് കാരുണ്യവും എടുത്തു മാറ്റപ്പെട്ടാൽ ഇസ്ലാം, അവരിൽ നിന്ന് ഇസ്ലാമിന്റെ ആ ഭാഷത്തെ തന്നെ, ഇസ്ലാമിന്റെ പിടുത്തം തന്നെ ഊരി മാറ്റും. വിശ്വസ്തതയും ലജ്ജയും കാരുണ്യവും അമാനത്തും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് ഇസ്ലാം തന്നെ ഊരി മാറ്റപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫൈദാ നുസിഅ മിൻഹു റിബഖത്തുൽ ഇസ്ലാം, അവരിൽ നിന്ന് ഇസ്ലാമിന്റെ ആദർശതയിൽ അധിഷ്ഠിതമായ ജീവിത വ്യവസ്ഥ ഒരാളിൽ നിന്ന് ഊരി മാറ്റപ്പെട്ടാൽ ലം തൽഖഹു ഇല്ലാ ശൈത്താനൻ മരീദ, പിന്നെ അവൻ ശപിക്കപ്പെട്ട പിശാചായിട്ടായിരിക്കും അവൻ സമൂഹത്തിൽ അവരോധിക്കപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന ഹദീസാണ്. ലജ്ജ നഷ്ടപ്പെട്ടാൽ അവന് തോന്നിയതൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് സമൂഹം മനസ്സിലാക്കുകയും ലജ്ജ നഷ്ടപ്പെട്ട ഒരു സമൂഹം അവൻ ഇഷ്ടപ്പെട്ടത് ചെയ്യുകയും ചെയ്യും. സമൂഹത്തിലും കുടുംബത്തിലും വെറുക്കപ്പെട്ടവനായി മാറും. വെറുക്കപ്പെട്ട അവരിൽ നിന്ന് വിശ്വസ്തത എടുത്തു കളയുന്നതാണ് അതിന്റെ പിന്നീടുള്ള ഘട്ടമെങ്കിൽ അവസാന ഘട്ടത്തിൽ ഇസ്ലാമിന്റെ സർവ്വ അടയാളങ്ങളും മായ്ക്കപ്പെട്ട് അവനെ ചവിട്ടി വധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലജ്ജ മുൻനിർത്തിയുള്ള ചില ആത്മവിശകലനങ്ങൾ, സ്വയം ആലോചനകൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. തിന്മയിൽ നിന്ന് മാറി നടക്കാൻ ഒരു വിശ്വാസിയെ പ്രാപ്തമാക്കുന്ന മാനസികാവസ്ഥ അഥവാ ലജ്ജയോട്
എന്ത് സമീപനമാണ് ഞാൻ എന്ന വ്യക്തി പുലർത്തുന്നത് എന്ന ആലോചന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചനയാണ്. എന്റെ വീട്ടിൽ, എന്റെ കുടുംബാംഗങ്ങൾക്കിടയിൽ ലജ്ജാശീലത്തെ പ്രാവർത്തികമാക്കാൻ ഞാൻ എന്ന വ്യക്തി എന്റെ കുടുംബത്തിൽ, എന്റെ മക്കൾക്കിടയിൽ, എന്റെ ഭാര്യമാർക്കിടയിൽ, ഞാൻ ഇടപെടുന്ന ചുറ്റുപാടിൽ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചനയാണ്. ഈ അടുത്ത് വളരെ സജീവമായി കണ്ടുവരുന്ന ഒരു പ്രവണത, ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ഗർഭിണിയായി എന്നറിഞ്ഞാൽ മോം ടു ബി എന്ന പേരിൽ മുസ്ലിം കുടുംബങ്ങളിൽ നടന്നു വരുന്ന ആചാരങ്ങളുണ്ട്. അതിൽ ആ പെൺകുട്ടിയുടെ വയറ് പ്രദർശിപ്പിച്ച് അതിന്റെ ഫോട്ടോ എടുത്ത് ആ വയറിന്റെ പുറത്ത് ലവ് ചിഹ്നം പ്രത്യേക രൂപത്തിൽ അത് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവർ ഈ ലജ്ജാശീലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് വിശകലനമാണ് നാളെ പടച്ചതമ്പുരാന്റെ മുമ്പിൽ അത്തരം ആളുകൾ നൽകുന്നത്. നമ്മുടെയൊക്കെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നടക്കുന്ന ചില കോലംകെട്ടുകളിൽ നിർലജ്ജമായിട്ടുള്ള, അശ്ലീലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ബോധപൂർവം ക്രിയേറ്റ് ചെയ്ത് അത് നാട്ടുകാരെ കാണിക്കുന്ന പ്രവണത എന്റെയും കുടുംബത്തിലും ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര അശ്ലീലകരമായ, എന്ത് സമാധാനം ബോധിപ്പിക്കലാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ധൈര്യസമേതം കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി പണം മുടക്കി സമയം ചെലവഴിച്ച് ആളുകളെ വിളിച്ചു കൂട്ടുന്നു, വ്ലോഗ് ചെയ്യുന്ന ആളുകൾ. എന്ത് ലജ്ജാശീലമാണ് അവർക്ക് അവകാശപ്പെടാനുള്ളത്? നമ്മുടെ കുടുംബങ്ങളിൽ അപ്പുറത്തേക്ക് വെളിയിലേക്കൊന്ന് കടന്നാൽ, കുടുംബങ്ങളിൽ ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ വെളിയിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളുകളുടെയും നമ്മുടെ ക്യാമ്പസുകളുടെയും അവസ്ഥ ഭിന്നമല്ല. സമുദായം ഏറ്റവും വലിയ ആഘോഷം, ഏറ്റെടുത്ത് നടത്തുന്ന ഏറ്റവും വലിയ ആഘോഷം, അത് നമ്മൾ തെറ്റിദ്ധരിച്ചതുപോലെ 2 പെരുന്നാളുകളോ നബിദിനമോ അല്ല. യഥാർത്ഥത്തിൽ ഒരേ സമയത്ത് നബിദിനം ബിദ്അത്താവുകയും അതേ സമയം ഓണാഘോഷം വലിയ താല്പര്യപൂർവ്വം, വലിയ അഭിമാനപൂർവ്വം അത് ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തതിന്റെ വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ക്യാമ്പസുകളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി, നമ്മുടെ കോളേജുകളിലും ക്യാമ്പസുകളിലും നടന്ന ഇവന്റുകളുടെ ഭാഗമായി, ആഘോഷങ്ങളുടെ ഭാഗമായി, നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ കോളേജിലേക്കും കലാലയങ്ങളിലേക്കും പറഞ്ഞുവിടുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നിർലജ്ജമായ വസ്ത്രധാരണത്തെ കുറിച്ച് എത്ര രക്ഷകർത്താക്കൾ നമ്മളൊക്കെ ബോധവാന്മാരാണോ? നമ്മൾ ധരിപ്പിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ് എന്നത് പടച്ചതമ്പുരാന്റെ മുമ്പിൽ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട ഒരു വസ്തുതയല്ലേ. എന്നല്ല, സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ പറയുന്ന നിർലജ്ജതയുടെ പരമാവധി പ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്വന്തമായി അഭിപ്രായം നേരിട്ട് പറയാൻ ത്രാണിയില്ലാത്ത മനുഷ്യർ, മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ ഭയമുള്ള മനുഷ്യർ, ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിലൂടെ വിളിച്ചു പറയുന്ന അധാർമികതകൾ, അവർ പ്രസരിപ്പിക്കുന്ന അശ്ലീലതകൾ നിരന്തരമായി നമ്മൾ പൊതുവിടങ്ങളിൽ, സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ആളുകളുടെ മുമ്പിൽ ലജ്ജ വളരെ സുരക്ഷിതമായി ചേർത്ത് പിടിക്കുന്ന നമ്മൾ, ആളുകളുടെ മുമ്പിൽ പറയാൻ ത്രാണിയില്ലാത്തത് കൊണ്ട്, അവിടെ നമുക്ക് ചില ലജ്ജ തോന്നുന്നത് കൊണ്ട് ആ ലജ്ജ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നതിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആരെയാണ് നമ്മൾ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ജീവിതത്തിന്റെ ചുറ്റുപാടും നമ്മൾ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വീടുകൾ മുതൽ, കുടുംബങ്ങളിലെ ആഘോഷങ്ങൾ മുതൽ, സ്കൂളുകളിലും ക്യാമ്പസുകളിലും നമ്മുടെ കുട്ടികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർലജ്ജമായ ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടോ, ആ സാഹചര്യങ്ങൾക്ക് ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് ചില ആലോചനകൾ വേണ്ടതില്ലേ? ചില സൂക്ഷ്മതകൾ വേണ്ടതില്ലേ? നമ്മുടെ ഈമാനും അമാനത്തും കാരുണ്യവും ഇസ്ലാം തന്നെ ഊരിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇനിയും മുക്തമാവേണ്ടതില്ലേ എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഒന്ന് വ്യക്തിപരമായി ആത്മവിചിന്തനം നടത്തേണ്ടുന്നതാണ്. സ്കൂളുകളിലും ക്യാമ്പസുകളിലും മാത്രമല്ല, നമ്മുടെ ചെറിയ സൗഹൃദ വലയങ്ങളിൽ പോലും പരസ്പരം സംസാരിക്കുമ്പോൾ അശ്ലീലം പറഞ്ഞാൽ മാത്രം തമാശയാകുന്ന, ദ്വയാർത്ഥങ്ങൾ പറഞ്ഞാൽ മാത്രം സൗഹൃദത്തിന്റെ കെട്ടുപാടുകളിൽ ഒന്ന് നട്ടലോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ, എനിക്ക് ഇച്ചിരി അശ്ലീലം പറഞ്ഞാൽ മാത്രമേ, ദ്വയാർത്ഥ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ എന്റെ സൗഹൃദ വലയത്തിൽ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ആ അർത്ഥത്തിൽ അശ്ലീലതകൾ പറഞ്ഞു കൂട്ടുന്ന ആളുകൾ, നിർലജ്ജമായ വാക്കുകൾ പറഞ്ഞു കൂട്ടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിശുദ്ധമായ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരായത്തുണ്ട്. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വസ്തുനിഷ്ഠമായി
ആത്മവിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ അടിവരയിട്ടുകൊണ്ട് പഠിക്കേണ്ടുന്ന ഒരു ആയത്താണ്. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്ന ഒരു വേർതിരിവുണ്ട്. കുൽ ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബു. ഖബീസും തയ്യിബും അത് തുല്യമാവുകയില്ല. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. നല്ലതും മോശയും തുല്യമാവുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? വൃത്തികേടുകൾ നിങ്ങളിൽ എത്രമാത്രം കൗതുകം ജനിപ്പിച്ചാലും, അതത്ര നിങ്ങളെ വശീകരിച്ചാലും, അതിൽ നിങ്ങളെ അത്ര ആത്മനിർവൃതി കണ്ടെത്തിയാലും, നല്ലതും മോശവും ഒരിക്കലും തുല്യമാവുകയില്ല എന്നത് വിശുദ്ധ ഖുർആന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അധാർമികതകൾ അരങ്ങുവാഴുന്ന ആഘോഷവേദികളിൽ ഒരുപക്ഷെ നമ്മൾ അതിന്റെ സപ്ലിമെന്റിന്റെ ഒരു മൂലയിൽ ഒരു കുഞ്ഞു ഫോട്ടോയിൽ ഒരു ഭാരവാഹിത്വം വഹിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടാവില്ല. നിർലജ്ജമായ അത്തരം പ്രോഗ്രാമുകളുടെ സപ്ലിമെന്റിലെ ഒരു മൂലയിൽ നമ്മൾ ഒതുങ്ങി എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ ഭാരവാഹിത്വം വഹിച്ചു എന്നതുകൊണ്ട് ആ തെറ്റിൽ നിന്ന് നമ്മൾ മുക്തമാകുന്നു എന്ന് നമ്മൾ കരുതേണ്ടതില്ല. നമ്മുടെ മതേതരത്വം തെളിയിക്കുന്നതിന് വേണ്ടി മുസ്ലിം സമൂഹത്തിന്റെ പുതിയ കാല പ്രവണതകളിൽ ഏറ്റവും മനോഹരമായ ചില പ്രവണതകൾ മതേതരത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള അശ്ലീലകരമായ പ്രോഗ്രാമുകളിൽ പങ്കെടുത്താലും കുഴപ്പമില്ല എന്നാണ് നമ്മളുടെ വെപ്പ് എങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. ഈ അശ്ലീലതകളുടെ ആധിക്യം, അതിന്റെ കൗതുകം, അതിന്റെ സൗന്ദര്യം, ആ ആഘോഷവേളകളുടെ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾക്ക് കൗതുകമായി തോന്നുന്നുണ്ട് എങ്കിൽ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഖബീസും തയ്യിബും, വൃത്തികെട്ടതും നല്ലതും ഒരിക്കലും സമമാവുകയില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ലജ്ജാശീലം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മളൊക്കെ സംഭവിക്കുന്ന രണ്ട് അവസ്ഥകളുണ്ട്. ഒരു വിശ്വാസി എന്ന നിലയിൽ, മനുഷ്യൻ എന്ന നിലയിൽ പൊതുവെയും അവൻ അഭിമുഖീകരിക്കുന്ന രണ്ട് സാഹചര്യങ്ങൾ. ഒന്ന് ഖുൽവത്തിന്റെ സാഹചര്യം, രണ്ടാമത്തത് ഇഖ്തിലാത്തിന്റെ സാഹചര്യം. ഖുൽവത്ത് എന്നാൽ നമ്മൾ തനിച്ചാകുന്ന സന്ദർഭങ്ങളാണ്. ഇഖ്തിലാത്ത് എന്നാൽ നമ്മൾ ആളുകളുമായി ഇടപഴകുന്ന സാഹചര്യങ്ങൾ. ഒറ്റയ്ക്കാകുന്ന സന്ദർഭങ്ങളിലും ആളുകളുമായി ഇടപഴകുന്നിടത്തും ഞാൻ എത്രമാത്രം ലജ്ജാശീലനാകുന്നു എന്നതിനെ കുറിച്ച് ഒരു വിശ്വാസി നിർബന്ധമായും ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. കഅനബിയെ ഭുവന പ്രശസ്തനാക്കുന്നതിൽ അലസനായി മദ്യപിച്ച് വഴിവക്കിലൂടെ ആടി നടന്നിരുന്ന ആ മനുഷ്യൻ ലോകം മുഴുവൻ വിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധ ഹദീസുകളുടെ നെടുനായകത്വം വഹിക്കാൻ പ്രാപ്തമാക്കിയ ആ വചനത്തിന്റെ ആ സൂക്ഷ്മതാബോധം നമ്മൾ ഉണ്ടാവണമെങ്കിൽ ഈ രണ്ട് സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുൽവത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒറ്റയ്ക്കാവുക എന്നതാണ്. അയാളുടെ അടച്ചിട്ട റൂമിൽ അയാളും അയാളുടെ മൊബൈൽ ഫോണും മാത്രമാകുന്ന സാഹചര്യത്തിൽ അശ്ലീലതയിലേക്കും അധാർമികതയിലേക്കും ഒരു മനുഷ്യന് ഏറ്റവും വേഗത്തിൽ എത്താൻ കഴിയുന്നു എന്നതാണ്. ഞാനും എന്റെ കൂടെ ഒരു മൊബൈൽ ഫോണും മാത്രം ഒരു അടച്ചിട്ട മുറിയിലുണ്ട് എങ്കിൽ എത്രമാത്രം അധാർമികതയിലേക്ക് പാറിപ്പറക്കാൻ അത്ര വേഗത്തിൽ നമുക്ക് സാധിക്കുന്നു എന്ന സാധ്യതയാണ് ഞാനും നമ്മുടെ മൊബൈൽ വെളിച്ചവും ഒറ്റയ്ക്കാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെ തനിച്ചാകുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ആ ഖുൽവത്തിന്റെ സാഹചര്യത്തിൽ എത്രമാത്രം എന്നെയും നിങ്ങളെയും വധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഗൗരവതരമായ ഒരു വിഷയം. ഇതാണ് ഖുൽവത്തിന്റെ ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത്. ഖുൽവത്തിന്റെ തനിച്ചാവുന്നതിന്റെ മറ്റൊരു രൂപം എന്ന് പറയുന്നത് അന്യരായ ആൺപെൺ തനിച്ചാവലിനെ കുറിച്ചാണ്. അഥവാ പ്രായപൂർത്തിയായ ആണും പെണ്ണും ഒരിടത്ത് തനിച്ചാവരുത് എന്നതിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ എത്ര കണിശമായിട്ടാണ് പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. തികഞ്ഞ മതതീവ്രവാദ സ്വഭാവത്തിലുള്ള ഒരു കെട്ടിക്കുരുക്കലിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചല്ല പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രായപൂർത്തിയായ ഒരു ആണും പെണ്ണും ഒരിടത്ത് തനിച്ചായാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ ഖുതുബയിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അലാ ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന സാലിസുഹുമ ശൈത്താൻ. ഒരാണും ഒരു പെണ്ണും തനിച്ചാവുന്നിടത്ത് മൂന്നാമതായി പിശാചുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇത്തരം തനിച്ചാകുന്ന ഖുൽവത്തിന്റെ സാഹചര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ നമ്മളിലേക്ക് വരുന്നുണ്ട് എങ്കിൽ എത്രമാത്രം സൂക്ഷ്മത അവിടെ ഉണ്ടാവണം. അങ്ങനെ സൂക്ഷ്മതയില്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ ഉരപ്പെടും, നിങ്ങളുടെ ലജ്ജ ഉരപ്പെടും, നിങ്ങളുടെ അമാനത്ത് നഷ്ടപ്പെടും, കാരുണ്യം അവിടെ നഷ്ടപ്പെടും,
പിന്നെ അവിടെ ആകെ സംഭവിക്കുന്നത് നിങ്ങൾ തന്നെ ഒരു പിശാചായി മാറുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്. ആൺപെൺ കലറിലെ ആൺപെൺ സംസർഗങ്ങളിലെ നമ്മുടെ നിലപാടെന്താണ്? ഞാനും എന്റെ മൊബൈൽ ഫോണും ഒറ്റയ്ക്കാവുന്നിടത്ത് നമ്മുടെ നിലപാട് എന്താണ്? ഇനി അത് തിരുത്തേണ്ടതില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തിയേ പറ്റൂ. അത് നമ്മുടെ വിശ്വാസത്തെയും ഈമാനിനെയും ബാധിക്കുന്ന ഗുരുതരമായ അപജയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇഖ്തിലാത്തിനെ കുറിച്ച്, രണ്ടാമത്തെ മനുഷ്യാവസ്ഥയെ കുറിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് നമ്മൾ ഇടപെടുന്ന സ്ഥലത്ത്, ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, ഞാൻ ഇടപെടുന്ന സാമൂഹിക പശ്ചാത്തലത്തിൽ, എന്റെ ഓൺലൈൻ ബന്ധങ്ങളിൽ, എന്റെ ഓഫ്ലൈൻ ബന്ധങ്ങളിൽ, ഇങ്ങനെ മനുഷ്യരുമായി ഞാൻ സഹവസിക്കുന്ന എന്റെ സർവ്വ മേഖലകളിലും ഞാൻ എങ്ങനെയാണ് എന്റെ നഫ്സിനെ പിടിച്ചു നിർത്തുന്നത്, ഞാൻ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കാറുള്ളത്, എന്റെ സ്വഭാവത്തെ ഞാൻ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തുന്നത് എന്ന് ലജ്ജാശീലത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കേണ്ട സുപ്രധാനമായ ചോദ്യമാണ്. നമ്മൾ ലജ്ജിക്കേണ്ട 4 ഇടങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചു തരുന്നു. എവിടെയൊക്കെ നമ്മൾ ലജ്ജിക്കണം? ഒന്നാമത്തത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ അള്ളാഹുവിനോട് നമ്മൾ ലജ്ജിക്കണം എന്നതാണ്. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്ന ബോധമാണ് യഥാർത്ഥത്തിൽ തഖ്വ ബോധം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഖത്തീബ് മിമ്പറിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ വസിയ്യത്തിന്റെ യഥാർത്ഥ ഉള്ളടക്കം എന്ന് പറയുന്നത് അള്ളാഹു തആല നിങ്ങളെ കാണുന്നുണ്ട് എന്ന ബോധ്യമാണ്. നമ്മൾ പലപ്പോഴും എന്റെ പ്രൈവസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ സ്വകാര്യത എന്ന് പറയുമ്പോഴും ഒരു മനുഷ്യൻ അങ്ങനെ ഒരു സ്വകാര്യത ഇല്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് സ്വകാര്യത ഉണ്ടാവുന്നത്? മനുഷ്യന്റെ മനസ്സിലുള്ളത് മുഴുവൻ പുറത്തിടപ്പെടുന്ന ഒരു ദിനത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. മനുഷ്യന്റെ മനസ്സിന്റെ മന്ത്രോച്ചാരണങ്ങൾ മുഴുവൻ ഞാൻ അറിയുന്നു. നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, നിങ്ങളുടെ മന്ത്രോച്ചാരണങ്ങൾ പോലും ഞാൻ അറിയുന്നു എന്ന് പറയുന്നിടത്ത് നമ്മുടെ സ്വകാര്യത അത്ര സുരക്ഷിതമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവിനോടായിരിക്കണം നമുക്കുണ്ടാവേണ്ടുന്ന ഒന്നാമത്തെ ലജ്ജാശീലം. രണ്ടാമത്തത് മലക്കുകൾ കാണുന്നുണ്ട് എന്ന ബോധ്യം ഉണ്ടാവണം. കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. മാന്യന്മാരായ എഴുത്തുകാർ, മനുഷ്യരുടെ അമലുകൾ രേഖപ്പെടുത്തുന്ന മലായിക്കത്തുകളെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നത് കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ. ഒരു സ്വാധീനവും നിങ്ങളുടെ അമലുകൾ രേഖപ്പെടുത്തുന്ന വിഷയത്തിൽ ഒരു ദുസ്വാധീനങ്ങളും ഇല്ലാത്ത മാന്യന്മാരായ എഴുത്തുകാർ. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സദാ നിരീക്ഷിച്ചുകൊണ്ട് സർവസ്വവും അറിയുന്ന മലായിക്കത്തുകൾ. നിങ്ങളുടെ ലജ്ജ മലക്കുകളോടായിരിക്കണം. മൂന്നാമത്തത് ജനങ്ങളോട് ലജ്ജിക്കുക എന്നതാണ്. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല പറയുന്ന ഒരു വചനമുണ്ട്, ഇന്നഹു മൻ ലാ യസ്തഹി മിനൻ നാസി ലാ യസ്തഹി മിനല്ലാഹ്. ജനങ്ങളോട് ലജ്ജിക്കാത്തവന് അല്ലാഹുവിനോട് ലജ്ജിക്കുവാൻ സാധിക്കുകയില്ല. ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ലജ്ജാപൂർവ്വം ഒരു നിലപാടെടുക്കണം, നമ്മുടെ സ്വഭാവത്തെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. നാലാമത്തേത് സ്വന്തത്തോട് ലജ്ജിക്കണമെന്നാണ്. സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് താമസിക്കാൻ പാടില്ല എന്ന ഹദീസിൽ കാണാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ വഹ്ദതി അൻ യബീത അർ-റജുൽ വഹ്ദ ഔ യുസാഫിറ വഹ്ദ. സ്വന്തത്തോട് ലജ്ജിക്കേണ്ട 2 സന്ദർഭങ്ങൾ. ഒരാൾ വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന സന്ദർഭങ്ങളിലും ഒരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിലും. ലജ്ജയെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കരുത് എന്നും ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അത്തരത്തിലുള്ള ഏർപ്പാടുകളെ വിലക്കിയത് എന്ന് മുഹദ്ദിസുകൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ലജ്ജാബോധം നഷ്ടപ്പെട്ട അവസാനം ഈ ഉമ്മത്ത് എങ്ങനെയാകും എന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം, യദുറസുൽ ഇസ്ലാമു കമാ യദുറസു വശ്യു സൗബി. പുതുവസ്ത്രത്തിന്റെ നിറം മങ്ങുന്നത് പോലെ ഇസ്ലാമിന്റെ നിറം മങ്ങിയ ഒരു കാലത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ വിശദീകരിച്ചു, ഹത്താ ലാ യദ്രി മാ സിയാമുൻ വലാ സലാത്തുൻ വലാ നുസുഖുൻ വലാ സദഖ. നമസ്കാരം എന്തെന്നറിയാത്ത, നമസ്കാരത്തിന്റെ യഥാർത്ഥ പരിപ്രേക്ഷ്യം ജീവിതത്തിൽ ഉൾക്കൊള്ളാത്ത,
നോമ്പിന്റെ യഥാർത്ഥ ചൈതന്യം ജീവിതത്തിൽ ഉൾക്കൊള്ളാത്ത ഒരു ഇസ്ലാം, അപരിചിത ഇസ്ലാം നമ്മുടെ മുമ്പിൽ വരും. യദ്റുസുൽ ഇസ്ലാമു കമാ യദ്റുസു വശ്യു സൗബി, വസ്ത്രത്തിന്റെ നിറം മങ്ങുന്നത് പോലെ ഈ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും നിറം മങ്ങിപ്പോകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത് നിർലജ്ജമായ സാഹചര്യത്തെ കുറിച്ചാണ്. പ്രവാചകൻ പറയുന്നുണ്ട്, ഇത്തരം മനുഷ്യരോട് കുറച്ചാളുകൾ അവശേഷിക്കും. ഇത്തരം നിർലജ്ജരായ മനുഷ്യർ, അശ്ലീലതയിൽ മുങ്ങിക്കുളിച്ച മനുഷ്യർ, സ്വഭാവത്തിൽ ഒരു നിയന്ത്രണവുമില്ലാത്ത മനുഷ്യർ അവശേഷിക്കും. അവർ പറയും, ഞങ്ങളുടെ പൂർവികർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ അതും പറയുന്നു എന്ന് മാത്രമായിരിക്കും അവരുടെ ഇസ്ലാമിനെ കുറിച്ചുള്ള അവരുടെ അറിവ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം മുന്നോട്ട് വെച്ച ഈ ലജ്ജാശീലത്തെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബപരമായ ജീവിതത്തിൽ അള്ളാഹുവോട്, മലക്കുകളോട്, ജനങ്ങളോട്, സ്വന്തത്തോട് ലജ്ജാശീലമുണ്ടാക്കി സ്വഭാവത്തെ ചിട്ടപ്പെടുത്തുവാനുള്ള ആത്മാർത്ഥമായ ശ്രമം നമ്മൾ ഓരോരുത്തരും ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ മുറുകെ പിടിക്കുന്ന, ലജ്ജാശീലം മുറുകെ പിടിക്കുന്ന, അമാനത്തും കാരുണ്യവുമുള്ള യഥാർത്ഥ വിശ്വാസികളാക്കി അല്ലാഹു തആല നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും